മഹാത്മാക്കൾ മരിച്ചുപോയവരാണെന്ന് സത്യമാണ്. മരിച്ചുപോയവർ എന്നല്ലവരെ കുറിച്ച് പറയുന്നത് കിതാബുകൾ അൽ അർവാഹുൽ മുഖദ്ദസ വിശുദ്ധാത്മാക്കൾ എന്നാണ്. വിശുദ്ധാത്മാക്കൾ മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യും. അത് നിങ്ങൾ ശിർക്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ വിശുദ്ധാത്മാക്കൾ ആത്മീയമായി ഇവിടെ ജീവിക്കുന്നുണ്ട്, ഭൗതിക കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സുന്നത്ത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്ന പ്രവിശാലമായ സദസ്സിൽ പോലും എത്രയോ വിശുദ്ധാത്മാക്കൾ ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു രണ്ട് വീട്ടും നമ്മുടെ വിജയികൾ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അമ്പലക്കടവന്റെ അമ്പലത്തള്ള് എന്താ പറയണത്? ഈ കാണുന്ന ഈ സമ്മേളന നഗരി ഉണ്ടല്ലോ, പ്രവിശാലമായ ഈ സമ്മേളന നഗരി, ഈ സമ്മേളന നഗരിയിൽ പോലും അനവധി നിരവധി വിശുദ്ധാത്മാക്കൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നല്ല, ഉറപ്പാണ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പൊ മുത്തുക്കോയ കയ്യിലും വലിയ തള്ളു തള്ളിയല്ലേ, അപ്പൊ അതിനോട് കിടപിടിക്കുന്ന ഒരു തള്ളു പിന്നെ തള്ളണ്ടേ? അങ്ങനെ തള്ളിവിടന്നെ കഴിഞ്ഞില്ല, വേറെ മല്ല അതിലും കാട്ടിയും വലിയ തള്ളു. കേട്ടോളി. പ്രത്യേകിച്ച് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാമത്തെ വാർഷികം നടക്കുകയാണ് 8-ാം തീയതി. നമ്മളെല്ലാവരും അതിൽ പങ്കെടുക്കണം. അത് നമ്മളെ ദീനാണ്. എങ്ങനെ ഒരു വിധം ജീവനുണ്ടെങ്കിൽ വാഹനത്തിൽ പോകണം. അത് ഈ കേരളത്തിലെ ഒരു അർഫയാണ്. ഇതൊന്നും ഞാൻ എൻ്റെ വകയായിട്ട് പറയുന്നത്, ആരിഫീങ്ങൾ പറഞ്ഞ വാക്കായി പറയുന്നത്, എൻ്റെ വകയായിട്ട് ഒന്നും പറയുന്നില്ല. ഞാനും പോകും. അവിടെ പോയി എനിക്ക് പ്രസംഗമാനോ കേട്ടാൽ മതി. ആ നഗരിയിൽ പോയി കുത്തിരിക്കണം. അവിടെ നിന്നിങ്ങനെ ഫാത്തിഹ ഓതിക്കൊണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്നിങ്ങനെ ദുആ ചെയ്തുകൊണ്ട് ദുആക്ക് ഇജാബത്ത് കിട്ടും. അവിടെ മൺമറഞ്ഞു പോയ അമ്പിയ ഔലിയാക്കന്മാർ മഹാന്മാരുടെ അർവാഹു പങ്കെടുക്കും. അത് ചെറിയ സംഭവമല്ല. ഇൻഷാ അല്ലാഹ് അത് മഹാന്മാരെ കുരുത്തവും പൊരുത്തവും ഉള്ള ഒരു റൂട്ടാണ്. അത് അവസാനം വരെ അങ്ങനെ ഉണ്ടാകും. അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. അതിനെല്ലാവരും പോകണം. ഓരോരുത്തർക്ക് പ്രായമാണനുസരിച്ച് പക്വത കൂടി വരില്ല, അങ്ങനെ തലക്ക് വെളിവില്ലാതായി വരികയാണ്. എന്താ മൂപ്പര് പറഞ്ഞത്? 8-ാം തീയതി സമസ്തന്റെ സമ്മേളനം കുനിയിൽ നടക്കുന്നുണ്ട്, എല്ലാവരും കൊണ്ട് പോകണം. കാരണം അത് നമ്മളെ ദീനാണ്. അത് നിങ്ങളെ ദീനല്ല, നിങ്ങളെ തീനാണിത്. അതാ പ്രശ്നം. അതിനു വേണ്ടി ഞങ്ങൾ ഈ ദുർവ്യാഖ്യാനിച്ച് ഇസ്ലാമിക പ്രമാണങ്ങളെ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലെ അറഫയാണ്, മനസ്സിലായോ? അപ്പൊ മക്കത്തെ അറഫ ഉണ്ടല്ലോ ഹജ്ജിന്, അതുപോലത്തെ ഒരു അറഫ കേരളത്തിലെ അറഫയാണ് സമസ്തന്റെ സമ്മേളനം. അപ്പൊ അറഫ ആകുമ്പോൾ നിങ്ങൾ പോയി കണ്ട് പ്രസംഗം കേൾക്കണമെന്നില്ല, അവിടെ പോയി കണ്ട് തെണ്ടി തിരിഞ്ഞങ്ങനെ നടന്നാൽ മതി. അറഫന്റെ കൂലി കിട്ടും നിൽക്കുന്ന പറയണത്. എന്നിട്ട് മൂപ്പരം ബാക്കിയത് അവിടെ അറുവാഹുകളൊക്കെ പങ്കെടുക്കും. നിങ്ങൾ എന്തോ അറുവാഹുകൾക്കൊക്കെ ക്ഷണക്കത്ത് അയച്ചിരുന്ന ഓരോ അമ്പിയാക്കൾ അറുവാഹന്, ആരിഫീങ്ങൾ അറുവാഹന്, ഔലിയാക്കൾ അറുവാഹനൊക്കെ പ്രത്യേകം ക്ഷണക്കത്ത് അയച്ചിട്ട് അവിടുന്ന് മറുപടി ഇട്ടിരുന്നോ? ഞങ്ങൾ എന്തായാലും പങ്കെടുക്കും, എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് ഞങ്ങൾ ഇന്ന് കാസർഗോഡ് കുനിയയിൽ വരുന്ന അറുവാഹുകൾ മറുപടി കിട്ടിയിരുന്നോ? നിങ്ങൾ ഓർക്ക് എല്ലാവർക്കും ഇങ്ങനെ ബാഡ്ജ് കൊടുത്തിരുന്നോ? മുന്തിയ അറുവാഹുകൾക്ക്, അമ്പിയാക്കൾ അറുവാഹുകൾക്ക് ഞൊറിയുള്ള ബാഡ്ജ്, മറ്റേ ഔലിയാക്കൾ അറുവാഹുകൾക്ക് സാധാ ബാഡ്ജ്, വളണ്ടിയേഴ്സ് ബാഡ്ജ്, ആരിഫീങ്ങൾ അറുവാഹുകൾക്ക് വേറെ ബാഡ്ജ്, അങ്ങനെ ബാഡ്ജ് കൊടുത്തെങ്കിൽ നിർത്തി. നിങ്ങൾ എന്ത് ഹമാക്കത്തുകളാ ചങ്ങായിമാരങ്ങൾ ഈ പറയണത്?